Welcome you all to the yet another video of MRP the Educator. ഇന്ന് ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന 4 എക്സ്പ്രഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിത്യജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പല ആശയങ്ങൾ വരുന്നതിനെ ഇംഗ്ലീഷിൽ നമുക്ക് വളരെ സുഗമമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയെന്ന് നോക്കാം. നമ്പർ 1, വുഡ് ഹാവ്. പോകുമായിരുന്നു, വരുമായിരുന്നു, ഇരിക്കുമായിരുന്നു, കാണാമായിരുന്നു, ഇത്തരം ആശയങ്ങൾ പ്രയോഗിക്കുവാനാണ് നമ്മൾ വുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇഫ് ഹി ഹാഡ് കം ഐ വുഡ് ഹാവ് മെറ്റ് ഹിം. അവൻ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു. ഇഫ് ഹി ഹാഡ് കോൾഡ് മീ ഐ വുഡ് ഹാവ് ഗോൺ വിത്ത് ഹിം. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവനോടൊപ്പം പോകുമായിരുന്നു. പ്രകാരം വരുമായിരുന്നു, പോകുമായിരുന്നു, കാണുമായിരുന്നു, കേൾക്കുമായിരുന്നു. ഇത്തരം ആശയങ്ങൾ പറയുവാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് വുഡ് ഹാവ് എന്ന് പറയുന്നത്. നമ്പർ 2, കുഡ് ഹാവ്. കഴിയുമായിരുന്നു, പഠിക്കാൻ കഴിയുമായിരുന്നു, കളിക്കാൻ കഴിയുമായിരുന്നു, പാടാൻ കഴിയുമായിരുന്നു. ഇപ്രകാരം കഴിയുമായിരുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ് കുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് വെൽ ഹി കുഡ് ഹാവ് ഗോട്ട് അഡ്മിഷൻ ഫോർ MBBS. അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് MBBS അഡ്മിഷൻ കിട്ടാൻ കഴിയുമായിരുന്നു. ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ കുഡ് ഹാവ് ഈസിലി വൺ ദ ഗെയിം. അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ മത്സരം ജയിക്കാൻ കഴിയുമായിരുന്നു. ഇപ്രകാരം കഴിവ് ഓർ എബിലിറ്റി അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, അത് നന്നായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് കിട്ടാൻ കഴിയുമായിരുന്നു. ആ കഴിയുമായിരുന്നു എക്സ്പ്രഷൻ കാണിക്കാനാണ് കുഡ് ഹാവ് എന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആവശ്യകത വരുന്നത്. നമ്പർ 3, ഷുഡ് ഹാവ്. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഷുഡിൻ്റെയും മസ്റ്റിൻ്റെയും യൂസ് പറഞ്ഞിരുന്നു. മസ്റ്റ് എന്നുള്ളത് ഓർഡറും ഷുഡ് എന്നുള്ളത് അഡ്വൈസും ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഷുഡ് ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ചെയ്യണമായിരുന്നു, പോകണമായിരുന്നു, പഠിക്കണമായിരുന്നു, കളിക്കണമായിരുന്നു, കാണണമായിരുന്നു എന്ന യൂസേജിനാണ് നമ്മൾ ഷുഡ് ഹാവ് എന്ന യൂസേജ് കൊണ്ടുവരുന്നത്. ഓക്കെ. ഇഫ് ഹി ഹാഡ് കോൾഡ് മീ ഐ ഷുഡ് ഹാവ് ഗോൺ വിത്ത് ഹിം. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനൊപ്പം പോകണമായിരുന്നു. ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ ഷുഡ് ഹാവ് വൺ ദ ഗെയിം. അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ആ കളി ജയിക്കണമായിരുന്നു, പോകണമായിരുന്നു, വരണമായിരുന്നു, കാണണമായിരുന്നു, കേൾക്കണമായിരുന്നു. ഇതിനെല്ലാം തന്നെയാണ് നമുക്ക് ഷുഡ് ഹാവ് എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ഇത്തരം ആശയങ്ങൾ വരുമ്പോൾ നമുക്കിവിടെ ഷുഡ് ഹാവ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഷുഡ് ഹാവ് പ്ലസ് വെർബിന്റെ 3ാമത്തെ ഫോം വെർബ് V3. ഓക്കെ. നമ്പർ 4, മൈറ്റ് ഹാവ്. എന്താണ് മൈറ്റ് ഹാവ്? മൈറ്റ് ഹാവ് എന്നുള്ളത് നമ്മുടെ അസംഷനാണ്. അവർ വന്ന് കാണും, പോയി കാണും, എഴുതി കാണും, പഠിച്ചു കാണും, കളിച്ചു കാണും, കഴിച്ചു കാണും. ഇങ്ങനെ നമ്മൾ അസംഷൻ ഒരു പ്രോബിലിറ്റി പറയുമ്പോഴാണ് നമ്മൾ മൈറ്റ് ഹാവ് പ്ലസ് V3 വെർബിന്റെ 3ാമത്തെ ഫോം യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ മൈറ്റ് ഹാവ് കം. അവർ വന്ന് കാണും. ഷീ മൈറ്റ് ഹാവ് അറ്റൻഡഡ് ദ എക്സാം. അവൾ പരീക്ഷ എഴുതി കാണും. ദേ മൈറ്റ് ഹാവ് അറൈവ്ഡ് അറ്റ് ഡൽഹി. അവർ ഡൽഹിയിൽ എത്തി കാണും. ദ ട്രെയിൻ മൈറ്റ് ഹാവ് അറൈവ്ഡ്. ദ ട്രെയിൻ എത്തി കാണും. ഓക്കെ. ഇപ്പൊ ഇത്തരത്തിലുള്ള അസംഷൻസ് പറയുന്നത് നമ്മൾ ഈ മൈറ്റ് ഹാവിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ വുഡ് ഹാവ് ആയാലും കുഡ് ഹാവ് ആയാലും ഷുഡ് ഹാവ് ആയാലും മൈറ്റ് ഹാവ് ആയാലും അത് കഴിഞ്ഞ് ഒരു പ്ലസ് V3 കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ അത് ഫലപ്രദമായ രീതിയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ആശയങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈ പറയുന്ന എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഇനി വേറെ ടിപ്സുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡോണ്ട് ഫർഗെറ്റ് to like, share and subscribe. Till we meet with the next video, it's MRP the Educator signing off. Bye bye.